ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പാലക്കാട് ടൈറ്റാനിക് കപ്പൽ നങ്കൂരമിട്ട കാര്യം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയറിന് പോയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് കരുതി. അങ്ങനെ ന്യൂ ഇയർ ദിവസം പോയിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ആ റോയൽ ലുക്കും അതിലെല്ലാ ക്യാരക്ടറും അവർ ഉൾപ്പെടുത്തിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുന്നത് അതിനുള്ളിലെ ഹൈലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് മൈതാനത്താണ് ഈ ഒരു എക്സിബിഷൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണെന്ന് കാണാൻ. 3:30 മുതലാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 80 രൂപയാണ് ടിക്കറ്റ്. 3 വയസ്സുള്ള മുകളിലുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണമെന്നാണ് അതിൽ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ടൈറ്റാനിക് കപ്പലിൻ്റെ ഫുൾ വ്യൂ, പുറത്തുള്ള വ്യൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ടൈറ്റാനിക് കപ്പൽ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എൻട്രി സൈഡിൽ കൂടെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് കയറി കേട്ടോ. അപ്പോൾ കയറിയതും ഞങ്ങൾ ആരൊക്കെ പോയെന്ന് വെച്ചാൽ ഞാൻ, കുട്ടികൾ, ഇക്കാടെ ഉമ്മ, എൻ്റെ ഉമ്മ, അങ്ങനെ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ പോയതും നേരെ ഒരു ഹാള് പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അതെനിക്ക് മേലേക്ക് കയറാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. മേലെന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് കപ്പലിലെ ശരിക്കും മേൽഭാഗമല്ലേ, ആ ഒരു ഭാഗം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ടൈറ്റാനിക് സിനിമയുടെ ടൈറ്റിൽ സോങ് ഇല്ലേ, അതും കൂടി അവർ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ നല്ല ഭാഗങ്ങളും കൂടി അവർ പ്ലേ ചെയ്തുകൊണ്ട് ശരിക്കും അടിപൊളി ഫീലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇയാൾക്ക് ഇത് കാണുമ്പോൾ അവർക്കൊന്നും വല്ലാണ്ട് തോന്നില്ല കേട്ടോ. നമുക്കാണ് അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും അതൊരു രസമൊക്കെ തോന്നുക. അപ്പോൾ ഇത് കപ്പലിൻ്റെ മേലെന്ന് താഴെ നോക്കുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ കപ്പൽ ഓടിക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ടൈറ്റാനിക്കിൽ ജാക്കും റോസും നിന്ന ആ ഭാഗമല്ലേ, ആ മേലുള്ളത്, അതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നല്ല ഇരുട്ടായിരുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇത് കാണുന്നത് യന്ത്രൂഞ്ഞാലാണ് കേട്ടോ. എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പുറത്ത് ഒരുപാട് റൈഡുകളുണ്ട്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ്. ഇതിൽ ഫുള്ള് ലെങ്ത് ആയിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിലിടാത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സംഭവം എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റോയൽ ഫീല് തന്നെ, നമുക്ക് ആ ഒരു കപ്പലിൽ കയറിയ ആ ഒരു ഫീല് തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഹാള്. അപ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അതേപോലെ അടിപൊളി ഫോട്ടോസാണ് കേട്ടോ. അതിലുള്ള എല്ലാ ക്യാരക്ടറും ഇവർ ഫോട്ടോ ഒരു ഇതിലിങ്ങനെ വാളിലിങ്ങനെ ഫോട്ടോ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം അതുപോലെ ഇതാണ് നമ്മുടെ റോസിൻ്റെ മാല. അപ്പോൾ അതുപോലെ ജാക്ക്, റോസ്, അങ്ങനെ എല്ലാ ക്യാരക്ടറും അതിൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ജാക്കിൻ്റെയും റോസിൻ്റെയും മാത്രം പേരുണ്ടല്ലോ കേട്ടോ. ബാക്കി ആൾക്കാരുടെയൊന്നും പേരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ചിലരുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലരുടെയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കപ്പലിൻ്റെ റോയൽ ലുക്കാണല്ലേ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്കും ആ കപ്പലിലെ മെയിൻ ഹാളില്ലേ, സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു ഫീല് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഫോട്ടോസ്. പിന്നെ അതുപോലെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റിയും ഒക്കെ വെച്ചിട്ടുണ്ട്, സോഫ സെറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെ കപ്പലിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ചെറുതായിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും ഈ തൂണൊന്നും തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നോ സ്മോക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും ഒരു ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ മൂടി കിടക്കുന്നതുകൊണ്ട് ചൂട് ആവി എടുക്കേണ്ട വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. ഫാനൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ജാക്കും റോസൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡിലും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ജാക്കും റോസൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമായിട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇപ്പുറത്തെ സൈഡും അതേപോലെ ഓരോ ക്യാരക്ടർ വെച്ചിട്ട് അവിടെയൊക്കെ സോഫ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഒരു സെറ്റിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഒരു ഹാളിൽ
ഇതേപോലെ ഒരുപാട് റോസിൻ്റെ വേറെ പിക്ചേഴ്സും അതുപോലെ വയസ്സായിട്ടുള്ള ഒരു ഫോട്ടോയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു കേട്ടോ. കണ്ടില്ല, എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ റോസ് വയസ്സായ ഭാഗത്ത് നിന്നിട്ട്, അധികം വയസ്സായവരാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഉമ്മാനൊക്കെ ഇരുത്തിയിട്ടൊന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് റോസിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തു. വലിയൊരു വിറ്റെന്ന് പറഞ്ഞാൽ ഇത് ഏതാ മുത്തിത്തല്ലാന്ന് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത് അത് റോസ് വയസ്സായതാണ് ഉമ്മ എന്ന് പറഞ്ഞെടുത്തു. ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. മറ്റേ റോസ് ചിത്രരചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കടന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ജാക്കിൻ്റെ മുന്നിൽ, ആ ഒരു ഭാഗമാണ് കേട്ടോ അവർ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. എല്ലാവരും പലയിടത്തും നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, റോസ് കിടക്കുന്ന ആ ഒരു ഇത്, പിന്നെ ജാക്ക് നോക്കി നിൽക്കുന്ന ഒരു ഇത്, പിന്നെ അവിടെ ഒരു മിറർ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിങ്ങനെ ടൈറ്റാനിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ക്രിസ്മസിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൈറ്റാനിക്കിൻ്റെ ചെറിയൊരു ഇതുപോലെ കപ്പൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, പിന്നെ ഇത് ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ ആ ഭാഗമല്ലേ, അത് അവർ സെറ്റ് ചെയ്ത് വെച്ച് ശരിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ കടലിൽ നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ജാക്കും റോസും ലാസ്റ്റ് ഒന്നിക്കുന്ന ആ ഭാഗമല്ലേ, അതായിട്ടാണ് അവിടെ അവസാനിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർ ഓരോ സാധനത്തിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കാണുന്നത് നമുക്ക് എന്താ പറയുക, മുങ്ങിപ്പോയ നമ്മുടെ ടൈറ്റാനിക് കപ്പലിലെ ഓരോ ഫോട്ടോസാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റായിട്ട് നമ്മൾ ജാക്കും റോസും ഒന്നിക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് റൈഡുകളുണ്ട് ഇതിൻ്റെ പുറത്തായിട്ട്, അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.